നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അങ്ങനെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പതിയെ ആ സൗഹൃദം വളർന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇന്റേൺഷിപ്പിനായി ചേർന്ന 4 പേരിൽ ഒരാളായിരുന്നു ഞാനും. സൗഹൃദം പതിയെ ദൃഢമായി. അതിന് മറ്റ് പല മാനങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. പരസ്പരം ഒരുമിച്ചല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. എന്നെപ്പറ്റി വീട്ടിൽ സംസാരിക്കാൻ പോയ അദ്ദേഹം പിന്നീട് തിരിച്ചു മടങ്ങി വന്നില്ല. വന്നത് അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു. മകനെ വിട്ടുതരണമെന്ന് എന്നോട് അഭ്യർത്ഥിക്കാൻ, മകന്റെ വിവാഹം മറ്റൊരു സ്ത്രീയുമായി ഉറപ്പിച്ചിരിക്കുന്നു എന്ന് അറിയിക്കാൻ. വല്ലാത്തൊരു ഷോക്കായിരുന്നു അതെനിക്ക്. എന്നെ വഞ്ചിച്ച് മറ്റൊരു സ്ത്രീയെ അദ്ദേഹം സ്വീകരിച്ചു എന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എല്ലാവരും ചേർന്ന് എന്നെ വിശ്വസിപ്പിച്ചു എന്നുള്ളത് സത്യം. ലോ കോളേജും ഇന്റേൺഷിപ്പും ഒക്കെ അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് പോന്നു. പക്ഷെ അപ്പോഴേക്കും എന്റെ വയറ്റില് നീ ജന്മമെടുത്ത് കഴിഞ്ഞിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞ് ഹേമചന്ദ്രൻ ചേട്ടൻ അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പോഴേക്കും വിവാഹം കഴിഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങിക്കഴിഞ്ഞ അദ്ദേഹം ഏട്ടനെ ആട്ടിയിറക്കി വിട്ടുവെന്നാ ഞാൻ അറിഞ്ഞത്. ആ കുഞ്ഞു വളർന്നു, ഞാൻ പ്രസവിച്ചു. പക്ഷെ മരണത്തോടെ എന്നെ വിട്ടുപോയി എന്ന എല്ലാവരും എന്നെ വിശ്വസിപ്പിച്ചത്. പിന്നെയും ആരെയും കാണാതെയും മിണ്ടാതെയും വെളിച്ചത്തിലേക്ക് പോലും വരാതെയും കുറച്ചു വർഷങ്ങൾ. ആ സമയത്തെല്ലാം ഏട്ടനായിരുന്നു എനിക്ക് കൂട്ട്. എനിക്ക് വേണ്ടി മരിക്കാൻ പോലും മടിയില്ലാത്ത എന്റെ ഏട്ടന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാൻ ഇപ്പോഴത്തെ ജീവിതത്തിന് തയ്യാറായത്. അങ്ങനെ ഒരു ജീവിതം എനിക്ക് ശരിയാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അച്ഛനും ഏട്ടനും വേണ്ടി ഞാൻ അതിന് തയ്യാറായത്. മദ്യം മണക്കുന്ന ഏതോ രാത്രികളിലെ ബലാത്കാരത്തിന്റെ പ്രതിഫലം 2 മക്കൾ. ആശിക്കാതെയും ഇഷ്ടപ്പെടാതെയും വന്നതുകൊണ്ടാവണം 2 പേരുടെയും ആദ്യത്തെ ശത്രു പെറ്റമ്മ തന്നെയായി മാറി. ഞാൻ പോലും അറിയാതെ മുന്നോട്ട് പോയ വർഷങ്ങൾ. കാലങ്ങൾക്ക് ശേഷം നീ ജീവിച്ചിരിപ്പുണ്ടെന്നും നിന്റെ സമ്മതമില്ലാതെ ഒന്നും വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പറ്റാത്ത വിധത്തിൽ അച്ഛൻ വിൽപത്രം എഴുതി വെച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഒരു പക്ഷേ നീ വയറ്റിലൂറി എന്നറിഞ്ഞ നിമിഷത്തിന് ശേഷം, നിന്റെ കരച്ചിൽ ആദ്യമായി കേട്ട നിമിഷത്തിന് ശേഷം അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അപ്പോഴായിരുന്നു. പിന്നെ നിന്നെ കണ്ടുപിടിക്കണമെന്ന് മാത്രമായിരുന്നു അമ്മയുടെ ആഗ്രഹം. അത്ഭുതം പോലെ ഈശ്വരൻ എന്റെ മുന്നിൽ തന്നെ നിന്നെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു. അപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്, അമ്മയുടെ മുമ്പിൽ എത്തുന്നത് വരെ ഞാൻ എവിടെ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതാ.